വീട്ടമ്മ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എഗ് അമിനോ ആസിഡാണ്. ഇത് നമ്മളുടെ പച്ചക്കറി ചെടികളുടെയും പൂച്ചെടികളുടെയൊക്കെ വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവാനും ഉണ്ടാകുന്ന കായ്കളൊക്കെ നല്ല മുഴുപ്പോടെ ഉണ്ടാവാനൊക്കെ ഉള്ള നല്ലൊരു ടോണിക്കാണ്. ഏകദേശം ഫിഷ് അമിനോ ആസിഡിൻ്റെ ഉപയോഗങ്ങളൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറുനാരങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്തതും അതുപോലെ നല്ല മഞ്ഞ നിറമായിട്ടുള്ളതല്ല സാമാന്യം വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. കറിനാരങ്ങ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല പഴുത്ത നാരങ്ങ ആകുമ്പോൾ നമുക്ക് നല്ല നീര് കിട്ടും. നീര് കിട്ടാൻ വേണ്ടി നമുക്ക് പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് ഇട്ടാൽ ആ നീര് മുഴുവനായിട്ട് നമുക്ക് ലഭിക്കും. പിന്നെ ആവശ്യമുള്ളത് കോഴിമുട്ട. അപ്പോൾ അത് നാടൻ കോഴിമുട്ടയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അത് കിട്ടാത്തവർ സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങണ മുട്ടയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. പൊട്ടിയതോ അതല്ലെങ്കിൽ ചീഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള മുട്ടകളൊക്കെ ഉപയോഗിക്കാതിരിക്കണം. പിന്നെ നമുക്ക് ഒരു ജാറാണ് ആവശ്യമായിട്ടുള്ളത്. അത് നല്ലവണ്ണം കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒട്ടും വെള്ളം ഇതിൽ പാടില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശർക്കരയാണ്. ഇത് നമുക്ക് ആദ്യ ഘട്ടത്തിൽ ആവശ്യം വരുന്നില്ല, 2ാം ഘട്ടത്തിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ഇനി നാരങ്ങയൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം നാരങ്ങയുടെ അളവ് പറഞ്ഞിരുന്നില്ല. ഞാനിപ്പോൾ ഒരു 9 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവനുസരിച്ചിട്ട് ഈ നാരങ്ങയുടെ എണ്ണത്തിന് വ്യത്യാസം വരും. ഞാനിവിടെ 1 മുട്ട ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് 3 മുട്ടയോ 5 മുട്ടയോ അല്ലെങ്കിൽ അതിലധികം മുട്ടയൊക്കെ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നാരങ്ങയുടെയും ശർക്കരയുടെയും അളവിൽ വ്യത്യാസം വരും. നമ്മൾ എടുക്കുന്ന മുട്ട എത്രയാണോ അത് മുങ്ങിക്കിടക്കുവാൻ ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് അത്രയും നാരങ്ങ നമ്മൾ എടുക്കണം. ഞാനെടുത്ത നാരങ്ങയൊക്കെ ഇവിടെ 2ആയി മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞ് നീരെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ തോട് നമുക്ക് വെറുതെ വലിച്ചെറിയണ്ട കേട്ടോ. ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാനോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞെടുത്ത നീര് നമ്മൾ നന്നായി ഉണക്കിയെടുത്ത ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്കൊരു ജാറിൽ ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തിന് മീതായിട്ട് നീര് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് പിഴിയാൻ പാടില്ല. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് മുട്ട സാവകാശം ഈ നീരിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് അടച്ച് നല്ല എയർ ടൈറ്റായിട്ട് അടയ്ക്കണം. അതിനുശേഷം നമുക്കൊരു 15 ദിവസം ഇത് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് തുറക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഇത് തുറക്കുള്ളൂ. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ജാറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലിട്ട മുട്ടയുടെ പുറന്തോടൊക്കെ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ പൊടി പോലെ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ നമ്മൾ 15 ദിവസം കഴിയുമ്പോൾ ശരിക്കും ഇതിൽ ആ മുട്ടയെ മുഴുവനായിട്ട് ഇതിൽ പൊട്ടി കെടുക്കണുണ്ടാവും. ഇതിലിപ്പോൾ അതിൻ്റെ ആ ഉൾഭാഗം പൊട്ടിയിട്ടില്ല. അപ്പം ഞാനതിലൊന്ന് പൊട്ടിച്ച് ചേർക്കുകയാണ്. പൊട്ടിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി ആ പാട പോലെ കാണുന്നുണ്ട്, അത് നമുക്കൊന്ന് പുറത്തേക്ക് മാറ്റിക്കളയാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 30 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഉരുക്കി ചേർക്കണം. അപ്പോൾ അതിനായിട്ട് അല്പം വെള്ളം, ആ ശർക്കര ഉരുകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇവിടെ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ ഒഴിക്കരുത്, നമുക്കൊന്ന് ആറാൻ വയ്ക്കാം. ഇനി നമുക്കിത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ച് വീണ്ടും 15 ദിവസം കൂടി നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ വയ്ക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് ഇത് ഇളക്കൊന്നും വേണ്ട. വീണ്ടും 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ശർക്കര ചേർത്ത് വെച്ചിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നപ്പോൾ നല്ല നാരങ്ങയുടെ ഗന്ധമാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ കളറ് നല്ല പാൽച്ചായയുടെ കളറായിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം. തുണി തന്നെ വേണമെന്നില്ല, നമുക്ക് നേർത്ത അരിപ്പ് വെച്ചിട്ടും ധരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് അമിനോ ആസിഡ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് ബോട്ടിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം. ഇത് നമുക്ക് 6 മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്നും 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികളിൽ തളിച്ചു കൊടുക്കാം. ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ തെളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 10 ദിവസത്തിലൊരിക്കൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ തെളിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.